നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 തുളസി ചെടിയുടെ മഹത്വം ചരിത്രാതീത കാലം മുതൽക്കേ അറിഞ്ഞവരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ. അന്തരീക്ഷ ശുദ്ധീകരണത്തിനും രോഗപ്രതിരോധത്തിനും തുളസിച്ചെടി വഹിക്കുന്ന അത്ഭുതകരമായ കഴിവ് കണ്ടറിഞ്ഞായിരിക്കണം ആധ്യാത്മിക പുണ്യം കൂടി നമ്മുടെ പൂർവികർ ഈ ചെടിക്ക് നൽകിയത്. തുല്യ അസ്യതി ഇതി തുളസി എന്നാണ് തുളസിയുടെ നാമാർത്ഥം. തുല്യമില്ലാത്തത്, ഉപമയില്ലാത്തത് എന്നെല്ലാം തുളസിക്ക് അർത്ഥം പറയാം. ഹൈന്ദവാചാരാനുഷ്ഠാനങ്ങളിൽ തുളസിച്ചെടിക്ക് പ്രഥമ സ്ഥാനമാണ്. അതുകൊണ്ടാണ് തുളസിത്തറ ഹിന്ദു ഭവനങ്ങളിൽ അനിവാര്യമായി മാറിയത്. തുളസിത്തറയിൽ തുളസിത്തൈ നട്ടാണ് ഗൃഹപ്രവേശം നടത്തുന്നത്. അതിൽ നിന്നു തന്നെ തുളസിയുടെ പവിത്രത മനസ്സിലാക്കാം. ഭക്തന്മാർക്ക് ഭഗവാനെ പോലെ ആരാധ്യയാണ് തുളസി. ലക്ഷ്മീദേവിയെപ്പോലെ ഭഗവാന്റെ നിത്യസഹചാരിണിയാണ് തുളസി. അതുകൊണ്ടാണ് തുളസിക്ക് വിഷ്ണുപ്രിയ, വിഷ്ണുകാന്ത, കേശവപ്രിയ തുടങ്ങിയ പേരുകൾ ലഭിച്ചത്. തുളസിയുടെ മാഹാത്മ്യം മിക്ക പുരാണങ്ങളിലും വർണ്ണിക്കുന്നുണ്ട്. തുളസിച്ചെടികൾ വളർത്തുന്ന വീട് തീർത്ഥസ്ഥാനമാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ യമകിങ്കരന്മാർക്ക് പോലും പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ തന്നെ തുളസിയുടെ മഹത്വം മനസ്സിലാക്കാം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. കലാഭ്യാം ചൂടാലംകൃത ശശികലാഭ്യാം നിജതപഃ ഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാമസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനഃ ഭവാഭ്യാമാനന്ദ സ്ഫുരദനുഭവാഭ്യാം നതിരിയം കലാഭ്യാം ചൂടാലംകൃത ശശികലാഭ്യാം നിജതപഃ ഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാമസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനഃ ഭവാഭ്യാമാനന്ദ സ്ഫുരദനുഭവാഭ്യാം നതിരിയം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ലഹരിയില്ലാത്ത മനുഷ്യജീവിതം ശുഷ്കമാണ്. ലഹരി എന്നാൽ മദ്യവും മയക്കുമരുന്നുമൊന്നുമല്ല. അതിനേക്കാളും ഏറെ ഉയർന്ന ലഹരി മനുഷ്യജീവിതത്തിലുണ്ട്. അതറിയുന്നവർ പദാർത്ഥ ലഹരിക്ക് അടിമകളാകില്ല. ശ്രീ ശങ്കരാചാര്യർ മാനവകുലത്തിന് 3 ലഹരികൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അതാണ് ശിവാനന്ദ ലഹരി, സൗന്ദര്യ ലഹരി, ജീവൻ മുക്താനന്ദ ലഹരി.
ഇതിൽ ശിവാനന്ദ ലഹരിയാണ് ഇന്നു മുതൽ ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് ഒടുവിൽ നമ്മൾ ചിന്തിച്ചത്. തുടർന്ന് നമുക്ക് ശിവാനന്ദ ലഹരി ശ്രദ്ധിക്കാം. വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അത്രക്കേറെ മഹിമയുള്ള ഒരു കൃതിയാണ് ശിവാനന്ദ ലഹരി. പരാഭക്തിയുടെ, അതുപോലെ അതിസൂക്ഷ്മമായ തത്വവിചാരത്തിൻ്റെ, ശിവത്തിൻ്റെയും ശിവൻ്റെയും ശിവയുടെയും തത്വങ്ങളെ എല്ലാം ഹൃദയസ്പൃക്കായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നൊരു കൃതിയാണിത്. ഒന്നന്തരം ഭക്തി സ്തോത്രമാണ്. സ്തോത്രത്തിന് കാവ്യലക്ഷണങ്ങളില്ലെങ്കിലും കാവ്യമെന്ന് പറയേണ്ടുന്ന തരം കവിത്വം തുളുമ്പുന്ന ശ്ലോകങ്ങൾ, അതേസമയത്ത് അതിസൂക്ഷ്മമായ ശിവതത്വ വിചാരത്തിലേക്ക് നമ്മളെ നയിക്കുന്ന, ശുദ്ധമായ വേദാന്ത വിചാരത്തിലൂടെ നമ്മളെ പരമമായ ശിവഭാവത്തിലേക്ക് ഉയർത്തുന്ന വർണ്ണനകൾ, ശിവൻ്റെയും ശിവയുടെയും ഭഗവാന്റെയും ഭഗവതിയുടെയും ഒരുപോലുള്ള സ്തുതികൾ, ഇതെല്ലാം കൊണ്ട് അത്യുത്കൃഷ്ടമായൊരു കൃതിയാണ് ശിവാനന്ദ ലഹരി. ശങ്കരാചാര്യസ്വാമികളുടെ സ്തോത്രകൃതികളിൽ എന്തുകൊണ്ടും അദ്വിതീയമായി പരിലസിക്കുന്നതാണിത്. ശ്രദ്ധാപൂർവം നമുക്കിതിലേക്ക് പ്രവേശിക്കാം. ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ ചർച്ച ലഹരിയെ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. പലയിടത്തും ലഹരി വിരുദ്ധ സമ്മേളനങ്ങൾ, ലഹരി വിരുദ്ധ പ്രഭാഷണങ്ങൾ, ലഹരി വിരുദ്ധ സെമിനാറുകൾ ഒക്കെ നടക്കുന്നുണ്ട്. അവരൊക്കെ ഉദ്ദേശിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമാജം, പ്രത്യേകിച്ച് യുവസമൂഹം മദ്യത്തിലും മയക്കുമരുന്നിലും നശിക്കരുത്. യുവത്വത്തിൻ്റെ കരുത്ത് തൻ്റെ ജീവിത കൃതാർത്ഥതയ്ക്കും ലോക നന്മയ്ക്കും ഒരുപോലെ ഉപകരിക്കണമെങ്കിൽ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ മഹാവിപത്തുക്കൾ അതിന് നമ്മൾ വിധേയരാവരുത്. പക്ഷേ അതേ സമയത്ത് മനുഷ്യ ജീവിതത്തിൽ ലഹരി വേണ്ടെന്ന് പറയാൻ പറ്റില്ല. മദ്യത്തിനെതിര് പറഞ്ഞോളൂ, മയക്കുമരുന്നിനെതിര് പറഞ്ഞോളൂ, വേണം. നമ്മൾ ഒത്തൊരുമിച്ച് ആ വലിയ യജ്ഞത്തിൽ പങ്കുചേരണം. എന്നാൽ ലഹരിക്കെതിര് പറയാൻ പറ്റില്ല. മനുഷ്യ ജീവിതത്തിൽ ഒരു ലഹരിയും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിന് മഹത്വമുള്ളത്? ഉണ്ണുകയും ഉറങ്ങുകയും പ്രത്യുൽപാദനം ചെയ്യുകയും കുറേ സ്വത്ത് സമ്പാദിക്കുകയൊക്കെ ചെയ്തങ്ങ് മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ മനുഷ്യജീവിതത്തിൻ്റെ മഹിമ എന്താണ്? മനുഷ്യജീവിതത്തിൽ തീർച്ചയായിട്ടും ലഹരി വേണം എന്നാണ് അഭിപ്രായം. ഒരു ലഹരിയും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? കലയുടെ ലഹരി, നൃത്തത്തിൻ്റെ, സംഗീതത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ, കഥകളുടെ, നാടകങ്ങളുടെ, ഭക്തി കീർത്തനങ്ങൾ ചെയ്യുമ്പോഴുള്ള ലഹരി, പൂജ ചെയ്യുമ്പോഴുള്ള ലഹരി, ഹോമം ചെയ്യുമ്പോഴുള്ള ലഹരി, എവിടെ കഷ്ടപ്പാടും ദുഃഖവും ക്ലേശവും ഉണ്ടോ അവിടെ ഹൃദയപൂർവ്വം സേവനം അർപ്പിക്കുമ്പോഴുള്ള ലഹരി, ആ സേവനം ഏറ്റുവാങ്ങി ആനന്ദിക്കുന്ന ജനസമൂഹത്തിൻ്റെ മുഖശോഭ കാണുമ്പോഴുള്ള ലഹരി, ഇങ്ങനെ അനേക ലഹരികൾ ഉണ്ടായിരിക്കണം. ഇത്തരം ഉയർന്ന ലഹരികൾ നമ്മൾ ചെറുപ്പത്തിലെ പരിചയപ്പെട്ടാൽ ഒരിക്കലും നിസ്സാരങ്ങളായ ലഹരികളിൽ നമ്മൾ വീണുപോവില്ല.
എന്തുകൊണ്ടാണ് നമ്മൾ മദ്യത്തിൽ വീണു പോകുന്നത്? എന്തുകൊണ്ടാണ് മയക്കുമരുന്നിൽ വീണു പോകുന്നത്? ഒരു സംശയമില്ല, ചെറുപ്പത്തിലെ വലിയ ലഹരി കിട്ടാഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച വലിയ ലഹരികൾ ചെറുപ്പത്തിലേ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ നിസ്സാരങ്ങളായ ഈ ദ്രാവകങ്ങൾക്കോ പൊടികൾക്കോ ഒന്നും, അല്ലെങ്കിൽ പുകയ്ക്കോ ഒന്നും വിധേയരായി പോവില്ല, അടിമകളായി പോവില്ല. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ അച്ഛനമ്മമാരുടെ, ആചാര്യന്മാരുടെ കർത്തവ്യമാണ് കൊച്ചു കുട്ടികളാവുമ്പം തന്നെ പുതുതലമുറയ്ക്ക് ലഹരി നൽകുക എന്നുള്ളത്. ഉയർന്ന ലഹരി, ഈശ്വര ഭജനത്തിൻ്റെ ലഹരി, ഈശ്വര വിചാരത്തിൻ്റെ ലഹരി, പരാഭക്തിയുടെ ലഹരി, തത്വവിജ്ഞാനത്തിൻ്റെ ലഹരി. ഇനി വിജ്ഞാനത്തിൻ്റെ ലഹരിയിലേക്ക് ഉയർന്നില്ലേ, സാധനയുടെ ലഹരി. ഈ വലിയ ലഹരി സ്വായത്തമായാൽ ഒരിക്കലും നിസ്സംശയം പറയാം, നമ്മൾ നിസ്സാരങ്ങളായ ലഹരികളിൽ ചെന്ന് പെടില്ല. ഇത് നമ്മളെല്ലാവരും ഒന്ന് ഓർമ്മിച്ചിരുന്നെങ്കിൽ. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ സമാജത്തിന് വാരിക്കോരി ലഹരിയെ തന്ന പരമാചാര്യനാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ. അവിടുത്തെ കൃതികളിൽ 3 ലഹരി ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ശിവാനന്ദ ലഹരി, 2 സൗന്ദര്യലഹരി, അതിൽ അന്തർഭവിച്ചതായിട്ട് ആനന്ദലഹരിയുമുണ്ട്. ഇനി പരമമായിട്ട് ജീവൻ മുക്താനന്ദലഹരി. ആനന്ദലഹരി സൗന്ദര്യലഹരിയിൽ അന്തർഭവിച്ചതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ സ്വതന്ത്രമായി പറഞ്ഞാൽ 3 ലഹരി ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ശിവാനന്ദലഹരി, 2 സൗന്ദര്യലഹരി, 3 ജീവൻ മുക്താനന്ദലഹരി. ഈ ലഹരികൾ ചെറുപ്പത്തിലേ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ മറ്റെല്ലാ ലഹരിയും നിസ്സാരമാണ്. ഒരിക്കലും അവയിൽ നമ്മൾ പെടില്ല, ഉറപ്പ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കൾക്കിത് പകർന്നു നൽകേണ്ടത്, പരിചയപ്പെടുത്തേണ്ടത് മുതിർന്നവരുടെ കർത്തവ്യമാണ്. അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ നമ്മൾ ശിവാനന്ദ ലഹരിയിലേക്കാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവഭക്തി എന്ന് പറയുമ്പോൾ ശിവനിലുള്ള, ശിവയിലുള്ള, ശിവനും ശിവയും അവർ രണ്ടുപേരും ഏകീഭവിച്ചവരാണ്. അതുപോലുള്ളൊരു സങ്കല്പം, അത്ഭുതകരമായ സങ്കല്പം വേറെയില്ല. അർദ്ധനാരീശ്വര സങ്കല്പം. സ്വയം തൻ്റെ ദേഹാംഗം പരസ്പരം പങ്കുവെച്ച മൂർത്തിയാണത്. ഇതിൽ പരം ഉദാരത എവിടെ കാണാൻ പറ്റും? ഏതായാലും അങ്ങനെയുള്ള ശിവനിലും ശിവയിലുമുള്ള ഭക്തി, പരാഭക്തി, ശിവതത്വത്തിലുള്ള ഭക്തി, അതിലൂടെ പരമമായ ശിവസാക്ഷാത്കാരത്തിനായിക്കൊണ്ടുള്ള ജിജ്ഞാസ, ഇതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ പ്രകടമാകുന്ന അവാച്യമഹിമയോടുകൂടിയ കൃതിയാണ് ശിവാനന്ദ ലഹരി. നമുക്ക് ക്രമമായി അതിലേക്ക് പ്രവേശിക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.